أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സൂറത്ത് അൽ കഹഫിന്റെ രണ്ടാമത്തെ ആയത്ത് പൂർത്തിയാക്കുകയും മൂന്നാമത്തെ ആയത്ത് തുടങ്ങി വെക്കുകയും ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നോക്കാം നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നു. കാരണം ഇങ്ങോട്ടാണോ? അല്ല, ഓക്കെ. അതായത് ഈ രണ്ടാമത്തെ ആയത്തില് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കൺസെപ്റ്റുകൾ കൂടി നമ്മുടെ പ്രത്യേകിച്ച് ആധുനിക മുസ്ലിം സമൂഹം, ആധുനിക എന്ന് മാത്രമല്ല ഏത് കാലത്തുള്ള മുസ്ലിം സമൂഹത്തിനും വേണ്ടുന്ന ധാരാളം പാഠങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ വായിക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻസൈറ്റ് കിട്ടുന്ന പിന്നെ കൺസെപ്റ്റുകൾ ഈ രണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ ഹസന മാകിസീന ഫീഹി അബദ അത്രയും ഭാഗത്തുണ്ട്. അപ്പൊ ആ കൺസെപ്റ്റുകളൊക്കെ കുറച്ച് സമയമെടുത്ത് വിശദീകരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് എത്രമാത്രം കവർ ചെയ്യാൻ പറ്റും നമ്മൾ നോക്കാം കേട്ടോ. ഓക്കെ. പിന്നെ ഇതില് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു വയുബശ്ശിർ അൽ മുഅ്മിനീന, തബ്ഷീർ അല്ലെ, തബ്ഷീറിന്റെ അർത്ഥം വളരെ വിശദമായി പറഞ്ഞു. അപ്പൊ അതിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത്, ശരിക്കും ആ യുബശ്ശിറ കഴിഞ്ഞാല് പിന്നെ എന്ത് വേണം? ബി, ഒരു ബാ, ആ പ്രിപ്പോസിഷൻ അറബിയിലെ ഹർഫ് എന്ന് വിളിക്കുന്ന അത് സാധാരണഗതിയിൽ ഉണ്ടാകും. ഏതുപോലെ മുബശ്ശിറം ബി റസൂലിൻ, അല്ലെങ്കിൽ ഫബശ്ശിർഹും ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അല്ലെങ്കിൽ യുബശ്ശിറൂന ബിനിഅമത്തിൻ മിനല്ലാഹ്. ഇപ്പൊ ഖുർആനിൽ എവിടെയൊക്കെ തബ്ശീർ യുബശ്ശിർ പ്രയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അതിന് ശേഷം ബാ എന്നുള്ള ആ പ്രിപ്പോസിഷൻ, ആ ഹർഫ് പ്രയോഗിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാല് ഒരു കാര്യം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണല്ലോ. പക്ഷെ ഇവിടെ അത് നമ്മൾ പിന്നെ അള്ളാഹു ഇവിടെ അത് പ്രയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ വിശദീകരിച്ചു എന്താണെന്നുള്ളത്. എന്തുകൊണ്ടാണെന്നാണ് അത് പറഞ്ഞ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ബാ വേണ്ടാന്ന് വെച്ചത് അള്ളാഹു? ബി അന്ന ലഹും വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് ബി അന്ന ലഹും അജ്റൻ ഹസന എന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ഈ യുബശ്ശിറൽ മുഅ്മിനീന ബി ചേർത്തിട്ടാണ് പറയാം. പക്ഷെ ഇവിടെ ആ ബി ചേർക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കൺസിസ്റ്റൻസ് ആയിട്ട് എന്നല്ല അതിനെ പറയാ. തഖരീബ് എന്ന് പറഞ്ഞു, ഓർക്കണ്ടോ? തഖരീബ് എന്ന് പറഞ്ഞാല് എന്താ? ടു മേക്ക് ഇറ്റ് ക്ലോസർ, അതായത് പെട്ടെന്ന് തന്നെ, വളരെ അടുത്ത ഭാവിയിൽ തന്നെ അവർക്ക് ആ പ്രതിഫലം ഉണ്ടാകും എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ആ ബാ പറയാനുള്ള നേരം പോലും ഇല്ല. ബാ എന്ന പദം പ്രയോഗിക്കേണ്ട അത്രയും സമയം പോലും ഇല്ലാത്തത്ര അടുത്താണ് പ്രതിഫലം എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോ ശരിക്ക് ഈ അന്നലഹും അജ്റൻ ഹസന യഅമലൂന സ്വാലിഹാത്തിലേക്ക് നമ്മൾ വരാട്ടോ. അതിനു മുമ്പ് ഈ അന്നലഹും അജ്റൻ ഹസന എന്ന് പറയുന്നിടത്ത് ഒരു കൺസെപ്റ്റ്, ഒരു വലിയ നമ്മൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം മനസ്സിലാക്കുമ്പോൾ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ പാഠമുണ്ട്. എന്താണ് അന്നലഹും അജ്റൻ ഹസന എന്ന് പറഞ്ഞാൽ അർത്ഥം? അന്നലഹും അജ്റൻ ഹസന എന്ന് പറഞ്ഞ അർത്ഥം നിശ്ചയമായും അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലമുണ്ട് അല്ലെ. അജ്ർ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. ഓക്കെ. അപ്പോ ഈ പ്രതിഫലം എവിടുത്തെ പ്രതിഫലത്തെ കുറിച്ചാണ് പറയുന്നത്? എവിടെ ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് പറയുന്നത്? പരലോകം അല്ല, പരലോകം. പക്ഷെ അള്ളാഹു താക്കീത് ചെയ്യുന്ന സംഗതി എന്താ? ലിയുൻദിറ ബഅസൻ ശദീദൻ അല്ലെ. അവർക്ക് ഈ വേദഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്തിനാണ്?
ലിയുന്തിർ അവർക്ക് താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഅ്സൻ ഷദീദൻ ഒരു ഇന്റൻസ് വാറിനെ കുറിച്ച് അതികഠിനമായ ഒരു യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാവുന്ന ഇത്തരം പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ത്രെട്ടിനെ കുറിച്ച് ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള ത്രെട്ടുകളെ കുറിച്ച് സ്വാഭാവികമായിട്ടും ഒരു അതികഠിനമായ ഒരു യുദ്ധത്തെക്കുറിച്ച് വാൺ ചെയ്യുമ്പോൾ അതിന് തൊട്ടുടനെ വരുന്ന സന്തോഷ വർത്തമാനം എന്തിനെ കുറിച്ചായിരിക്കണം? സാധാരണഗതിയിൽ ആ യുദ്ധത്തില് നമുക്ക് നേടാൻ പോകുന്ന വിക്ടറിയെ കുറിച്ചായിരിക്കണം, അല്ലെ? വിജയത്തെ കുറിച്ചായിരിക്കണം. അങ്ങനെയല്ലേ സാധാരണ വേണ്ടത്? കാരണം അള്ളാഹ് പറയാണ്, ഈ ഗ്രന്ഥം ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്, എൻ്റെ അബ്ദിന് അല്ലെങ്കിൽ അബ്ദിഹി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവന്റെ ദാസന് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അതിശക്തമായ ഒരു കടുത്ത ഒരു യുദ്ധത്തെക്കുറിച്ച്, ഒരു പരീക്ഷണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ്. എന്നിട്ട് ആ മുന്നറിയിപ്പ് നൽകിയ തൊട്ടുടനെ പറയുന്നു യുബശ്ശിറൽ മുഅ്മിനീൻ, വിശ്വാസം ഉറച്ചവർക്ക്. ആ മുഅ്മിനീന്റെ അല്ലദീന യഅമലൂന എന്ന് പറയാതെ, അല്ലെങ്കിൽ അല്ലദീന ആമനു എന്ന് പറയാതെ മുഅ്മിനീൻ എന്ന് പറഞ്ഞത് എന്താന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? അതാരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താണ് അല്ലദീന ആമനു എന്ന് പറയാതെ അൽ മുഅ്മിനീൻ എന്ന് പറയാൻ കാരണം? ഇസ്മു ഫായിലാണ്, എല്ലാ സന്ദർഭങ്ങളിലും വിശ്വസിക്കുന്നവരുന്നു. അതായത് വിശ്വാസത്തെ കുറിച്ച് ഒരു സംശയമില്ലാത്ത, നിരന്തരം ഒരു സന്ദർഭത്തിലും വിശ്വാസം കൈവിടാത്ത, നിരന്തരമായി കൺസിസ്റ്റന്റ് ആയിട്ട് വിശ്വസിച്ചു പോകുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസി. അൽ മുഅ്മിൻ. അല്ലദീന ആമനു എന്നാണ് പറയണെങ്കിലോ അവിടെ ഒരു ടെൻസ് ഉണ്ട്, അല്ലെ? ഫീൽ എപ്പോഴും എന്താണ്? വെർബ് എപ്പോഴും ഒരു കാലവുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ഇസ്മു ഫായിലാവുമ്പോഴോ ഇറ്റ്സ് ടൈംലെസ്. അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. അതുകൊണ്ടാണ് അല്ലദീന ആമനൂനെ ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്, പക്ഷെ മുഅ്മിനീങ്ങൾ അധികം വിമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, അല്ലെ? ഒരു ഉദാഹരണം പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്ന് പറഞ്ഞു. വിശ്വാസികളോട് യാ അയ്യുഹല്ലദീന ആമനു ആമിനു, വിശ്വസിച്ചവരെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല. വെള്ളം കുടിക്കുന്ന ആളോട് നീ ആ കുടിക്കുന്നത് പൂർത്തിയാക്കൂ എന്ന് പറയുന്നത് പോലെ, നീന്തുന്ന ഒരാളോട് നന്നായിട്ട് നീന്തൂ എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അപ്പോ എന്റെ പോയിന്റിലേക്ക് ഞാൻ വരികയാണെങ്കിൽ, ഈ ഒരു കടുത്ത ഒരു യുദ്ധത്തെ കുറിച്ച് താക്കീത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അടിയുറച്ച വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന സന്തോഷ വർത്തമാനം എന്തിനെ കുറിച്ചായിരിക്കണം? നോർമലി ഇൻ യൂഷ്വൽ സർക്കംസ്റ്റാൻസസ്, അല്ലെ? ഒരു സാധാരണ ഗതിയിൽ അള്ളാഹു വാഗ്ദത്തം ചെയ്യേണ്ടത് ആ യുദ്ധത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ദജ്ജാലിനെതിരെ നടക്കുന്ന, ദജ്ജാലിനെ പോലെയുള്ള മറ്റ് ഒറ്റക്കണ്ണന്മാരുടെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ആ യുദ്ധത്തിലെ വിജയത്തെ കുറിച്ചാണ് പറയേണ്ടത്. പക്ഷെ അത് പറയാതെ അള്ളാഹു എന്ത് പറഞ്ഞിരിക്കുന്നു? ദുനിയാവിലെ വിക്ടറിയെ കുറിച്ച് പറയാതെ പരലോകത്ത് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സൂറത്തിന്റെ പ്രത്യേകമായിട്ട് ഒരു കൺസെപ്റ്റാണത്. അതായത് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ എന്താണ്? അത് മെറ്റീരിയൽ ആണ്, അത് ഭൗതികമായ വിജയങ്ങളാണ്, അല്ലെങ്കിൽ ഭൗതികമായ സമ്പത്താണ്. അതൊക്കെ എന്ത് ചെയ്യാം? അത് ഏത് സമയത്തും അവസാനിച്ചു പോകാം. നിങ്ങൾക്കിപ്പോ ഒരു യുദ്ധത്തിൽ ഒരു വിജയം നേടി, പക്ഷെ അടുത്ത യുദ്ധത്തിലോ നിങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. ബദറിൽ നിങ്ങൾക്ക് യുദ്ധവിജയം ഉണ്ടായി, അത് ശക്തമായ വിജയം ഉണ്ടായി. പക്ഷെ ഉഹുദിൽ പരാജയപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗുരുതരമായ പരിക്കേറ്റു, അല്ലെ? അപ്പോ ഈ യുദ്ധത്തില്, അല്ലെങ്കിൽ നിങ്ങൾ ഭൗതികമായി ചിന്തിക്കുമ്പോൾ, അതായത് ദീനുൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ പോലും നമ്മൾ മെറ്റീരിയലിസ്റ്റ് ആവരുത് എന്ന് അള്ളാഹു ആവർത്തിച്ച് പറയുന്നു എന്നൊരു പ്രധാനപ്പെട്ട പാഠമുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കൂ, സൂറത്തുൽ കഹ്ഫിന്റെ ഓരോ 4 കഥ പറഞ്ഞല്ലോ, ആ 4 കഥയിലും അള്ളാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്: നിങ്ങൾ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി അല്ല പ്രവർത്തിക്കേണ്ടത്, മറിച്ച് പാരത്രികമായ പ്രതിഫലത്തിന് വേണ്ടി പ്രവർത്തിക്കും. 4 കഥ എടുത്തു നോക്കും, അതിൽ 4 അല്ലെ? ഇപ്പൊ ഗുഹാവാസികളുടെ കഥയാവട്ടെ, ആ തോട്ടക്കാരുടെ കഥയാവട്ടെ, മൂസാ നബിയും ഖിളുറും തമ്മിലുള്ള ആ സംഭാഷണം ആവട്ടെ, ദുൽഖർനൈന്റെ കഥയാവട്ടെ, എല്ലാറ്റിലും ആ ഒരു സംഗതിയെ കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞു. ഈ കഥകൾ, ഈ 4 കഥകളും തമ്മിലുള്ള ഒരു ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത് അത് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ മെറ്റീരിയലിസത്തെ നിങ്ങൾ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ ബേഴ്സൺ ഷദീദൻ എന്ന് പറയുമ്പോ ഈ ഭൗതിക പരീക്ഷണങ്ങൾ മാത്രമാണോ? പരലോക ശിക്ഷയും കൂടി ആയിക്കൂടെ? പരലോക ശിക്ഷയെ കുറിച്ചുള്ള പദം, ഖുർആൻ പ്രയോഗിച്ച പദങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതിന് മറ്റൊരുപാട് പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പരലോകത്തെ ശിക്ഷയെ കുറിച്ചാണെങ്കിൽ അദാബ് എന്നോ,
അല്ലെങ്കിൽ അവിടുത്തെ നാറ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ജഹന്നം, ജഹീം, നാറ്, അദാബൻ നാറ്, ഇഖാബ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ധാരാളം പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ബഅസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ബഅസ് എന്നുള്ളത് ഖുർആനിൽ പ്രയോഗിച്ച എല്ലാ സന്ദർഭങ്ങളും, എല്ലാ കോണ്ടെക്സ്റ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ലോകത്ത് ഭൗതികമായി മനുഷ്യരുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഏൽക്കുന്ന യുദ്ധങ്ങളും ശിക്ഷകളും അതികഠിനമായ അത്തരം പരീക്ഷണങ്ങളെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ പ്രത്യേകിച്ച് ഈ സൂറത്ത് ഇതിന് ആദ്യത്തെ 10 ആയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇത് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകും എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ? ആ ദജ്ജാലിന്റെ പരീക്ഷണം അതികഠിനമായിരിക്കും. അപ്പൊ ബേസിക്കലി ദജ്ജാലിന്റെ അടുത്ത് നിന്ന് വരുന്ന യുദ്ധം മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണം മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം നിങ്ങൾ ഓരോ കാലഘട്ടത്തിലും ജീവിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ദജ്ജാൽ ശക്തികൾ, ദജ്ജാലിന് സമാനമായ ശക്തികൾ ഉണ്ടാവും എല്ലാ കാലത്തും. മുസ്ലിം സമൂഹം, നിങ്ങൾ മുസ്ലിങ്ങളാണോ, മുഅ്മിനുകളാണോ, മുഅ്മിനുകളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വിശ്വസിച്ചു പോരുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സന്തോഷ വർത്തമാനം അറിയിക്കുന്നു. ആ പരീക്ഷണങ്ങളുടെ ഇടക്കും നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. എങ്ങനെയാണെങ്കിൽ വബശ്ശിരിൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സാലിഹാത്ത് ചെയ്യുന്നവർക്ക്. എന്താണ് സാലിഹാത്ത്? സാലിഹാത്ത് എന്ന് പറഞ്ഞു അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പിന്നീട് വിശദീകരിക്കാം. പക്ഷെ അങ്ങനെ സാലിഹാത്ത് അനുഷ്ഠിക്കുന്നവർക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്തുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു? തൊട്ടുടനെയുള്ള വിജയം അല്ല, യുദ്ധത്തിലെ വിജയം അല്ല, പരീക്ഷണത്തിൽ നിന്നുള്ള മോചനം അല്ല, ഇതൊന്നും അല്ല പറയുന്നത്. മറിച്ച് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന ഏറ്റവും ഉത്തമമായ പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹു താക്കീത് ചെയ്യുന്നു, അല്ലെങ്കിൽ അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അതായത് അതിന് പ്രയോഗിച്ച പദം യുബശ്ശിറൂന എന്ന് പറഞ്ഞു, സന്തോഷ വർത്തമാനം. ആ യുബശ്ശിറൂന പറഞ്ഞിട്ട് അജ്റൻ ഹസന എന്നുള്ളത് ബാഇന്റെ അകലം പോലും ഇല്ലാതെ നമുക്ക് അടുപ്പിച്ചു പറഞ്ഞു തന്നു. എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ലഭിക്കുന്ന അതിമഹത്തായ ഒരു പ്രതിഫലം. മനസ്സിലായോ? നമ്മൾ നോക്കൂ, ഖുർആനിൽ ഈ കൺസെപ്റ്റ് ആവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോ ഖൈബറിലെ യുദ്ധത്തെ കുറിച്ച് പിന്നെ അള്ളാഹു സൂചിപ്പിച്ചപ്പോ മക്കം ഫത്തഹിനെ കുറിച്ച്, മക്കം ഫത്തഹ് പോലെ അതിനേക്കാളും മഹത്തായ ഒരു വിജയം വേറെ ഇല്ലല്ലോ. ഉണ്ടോ? മക്കം മുസ്ലിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ട് 10 വർഷത്തിനുള്ളിൽ തിരിച്ചു വന്ന് മക്ക പൂർണ്ണമായിട്ട് കീഴടക്കി. ആ വിജയത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താ? ഉഖ്റാ തുഹിബ്ബൂനഹ നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്. ഉഖ്റ എന്നാ പറഞ്ഞത്, മറ്റു പല സംഗതിയും. പക്ഷെ അതിനു മുമ്പ് പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും ജന്നാത്തിൻ. നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ജിഹാദ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ടൊക്കെ ജിഹാദ് ചെയ്യുകയും ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന എന്താ? പാപങ്ങൾ പുറത്തു തരും, ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എന്നിട്ട് പറയുന്നത് ഉഖ്റാ തുഹിബ്ബൂനഹ, കൂടാതെ മറ്റു ചില സംഗതികൾ. ഈ മറ്റു ചില സംഗതി എന്താ? നസ്റും മിനല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം, വഫത്ഹുൻ ഖരീബ്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോ പ്രത്യേകിച്ച് ഈ ഗസയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്രയൊക്കെ ആയിട്ട് അള്ളാഹ് എന്താ ഇടപെടാത്തത്? ഇത്രയൊക്കെ ആയിട്ട് മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് വിജയം കിട്ടുന്നില്ല? നമ്മൾ സത്യത്തിലല്ലേ? ഫലസ്തീനികൾ സത്യത്തിലല്ലേ 948 മുതൽ അവർ നിരന്തരമായി ജനസൈഡിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു? ജനസൈഡ് നമ്മുടെ ചില നിഷ്കളങ്കരായ നിഷ്കുകളായിട്ടുള്ള മനുഷ്യന്മാർ വിശ്വസിക്കുന്നുണ്ട് ഒക്ടോബർ 2023 ഒക്ടോബർ 7 സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഗസ ഇങ്ങനെ തകരുമായിരുന്നോ? അപ്പൊ വെസ്റ്റ് ബാങ്കോ? അപ്പോ 948 മുതൽ ഇതുവരെ ഫലസ്തീനികൾ അനുഭവിച്ചു പോന്ന ജനസൈഡിന്റെ ഒരു പരമ്പരയോ? വളരെ നിഷ്കളങ്കരായിട്ട് മനുഷ്യർ ചോദിക്കണം, നിങ്ങൾ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങിയ അല്ലെ? അങ്ങനെയല്ലേ പറയണ? അത് ഹമാസ് അത് ചെയ്തിട്ടില്ലായിരുന്നു. ഹമാസ് അവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ അത് പറയുമ്പോ ഈ കൺസെപ്റ്റുമായിട്ട് ബന്ധിപ്പിക്കാനാണ് അത് പറയുന്നത്. എല്ലാ ആയുധവും വെച്ച് കീഴടങ്ങിയവരാണ് ആര്? PLO, ഫത്തഹ്. 993 ഒരു ഓസ്ലോ അക്കോർഡ് വഴി പൂർണ്ണമായിട്ടും ആയുധങ്ങൾ എന്തിനായിരുന്നു? വെസ്റ്റ് ബാങ്കും ഗസയും ഉൾപ്പെടുന്ന ഒരു പലസ്തീൻ ഭൂമി നിങ്ങൾക്ക് തരാം, 5 വർഷം കൊണ്ട് ആ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങും. 999
മെയ് മാസം നിങ്ങളുടെ ഗവൺമെന്റ് വന്നിരിക്കും എന്ന് പറഞ്ഞ് അമേരിക്കയുടെ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ സാന്നിധ്യത്തിൽ യാസിർ അറഫാത്തും ഇസ്ഹാഖ് റബിനും ഒപ്പുവെച്ച നോർവേയുടെ തലസ്ഥാനമായിട്ടുള്ള ഓസ്ലോയിൽ ഒപ്പുവെച്ച 1993 ഓസ്ലോ അക്കോർഡുകൾ പരിശോധിച്ച് നോക്കൂ. പക്ഷെ എന്താ സംഭവിച്ചത്? ഈ 99 ആയപ്പോ കൂടുതൽ വെസ്റ്റ് ബാങ്കും ഗസയും ഒക്കെ ഇസ്രായേൽ കൂട്ടിച്ചേർക്കുക. എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അവസ്ഥ, ഈ വംശഹത്യകൾ എന്ന് പറയുന്നത്, ഈ ബഅസ് ഷദീദ് എന്ന് പറയുന്നത് എല്ലാ കാലവും ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ്. പക്ഷെ നിങ്ങൾ എത്ര ചിലപ്പോൾ പ്രതിരോധിച്ചാലും കൂട്ടമായിട്ട് നിങ്ങൾ വധിക്കപ്പെടാം, നിങ്ങൾ രക്തസാക്ഷികളാകാം. പക്ഷെ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന അജ്റൻ ഹസനൻ അതെവിടെയാ? പരലോകത്താണ്. ഇവിടെ ചിലപ്പോ ഉഖ്റാ തുഹിബ്ബൂനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില വിജയമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയേക്കാം. ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടാതിരുന്നേക്കാം. ബട്ട് വൺ തിങ് ഈസ് ഫോർ ഷുവർ, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത ഒരു പ്രതിഫലം അത് പരലോകത്തുണ്ട്. ആ പ്രതിഫലത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ് മാക്കിസീന ഫീഹി അബദൻ എന്നുള്ളതാണ്. അതിനകത്തേക്ക് നമ്മൾ വരാം കേട്ടാ. അപ്പൊ ഇതൊരു ഖുർആനിൽ ഭൗതിക വിജയത്തെ കുറിച്ച് പറയുന്നത് വളരെ സെക്കൻഡറി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആരോട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും. 23 വർഷം കൊണ്ട് മക്കയിൽ നിന്ന് മദീനയില്, മക്കയിൽ 13 വർഷത്തെ പ്രവർത്തനം, മദീനയിലെ 10 വർഷത്തെ പ്രവർത്തനം, അതുമുഖേന ഒരു വലിയ ഇസ്ലാമിക സാമ്രാജ്യത്തിന് അടിത്തറയിട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക വിജയത്തെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഉഖ്റ എന്നാ പറഞ്ഞത്. ഉഖ്റ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു ചിലത്. പക്ഷെ പ്രൈമറി എന്താ? അത് സെക്കൻഡറി ആയിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പ്രൈമറി എന്താ? പ്രൈമറി വിജയം പരലോകത്താണ്. നമ്മൾ പലപ്പോഴും ആളുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും, ഒരാൾ മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഭൗതികമായിട്ട് എന്തെങ്കിലും പരീക്ഷണമൊക്കെ വന്നാലും നിങ്ങൾ ക്ഷമിക്ക്, അള്ളാഹു നിങ്ങൾക്ക് തരും, പരലോകത്ത് തരും. അത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും പലപ്പോഴും അതിൽ അത്ര ഒരു വിശ്വാസമില്ലാതെ പലപ്പോഴും പറയാം, അല്ലെ? പക്ഷെ അള്ളാഹ് പറയുന്നത് നിങ്ങൾ അത് ഉറച്ച് വിശ്വസിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. 100% നിങ്ങൾക്കത് ഷുവർ ആയിരിക്കണം. അങ്ങനെ ഷുവർ ആകുമ്പോഴാണ് ഈ പറയുന്ന, അതുകൊണ്ടാണ് മുഅ്മിനീൻ എന്ന് പ്രയോഗിച്ചത്, അല്ലദീന ആമനു എന്ന് പറയാതെ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാ? വിശ്വാസം സ്ട്രോങ് ആയിട്ടുള്ള, വിശ്വാസം മനസ്സിന്റെ അകത്തേക്ക് ആണ്ട് ഇറങ്ങിയിട്ടുള്ള അവർക്കാണ് ഇത് സന്തോഷ വാർത്ത ആവുള്ളൂ. എന്തിനെ കുറിച്ച്? പരലോകത്തേക്കുള്ള സന്തോഷ വാർത്തയെക്കുറിച്ച് നിങ്ങൾക്ക് അത് ഉറച്ച് വിശ്വസിക്കണമെങ്കിൽ അതിൽ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഇനി അപ്പൊ നിങ്ങളുടെ ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളതായിരിക്കരുത് അന്തിമമായിട്ട് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഗസയിലെ ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവരാണ് വാസ്തവത്തിൽ മുഅ്മിനുകള്. അവർ പറയുന്നു ഞങ്ങൾ ഇവിടുന്ന് പോകില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? ഈ ഭൂമി ഞങ്ങളുടേതാണ്, ഈ ഖുദ്സ് ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങളെ ഈ കാലഘട്ടം ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് എന്ന് പറയുന്നത് കൊണ്ട് അവരുടെ ആ പറയാനുള്ള ധൈര്യം അവർക്ക് കിട്ടുന്നത് ഈ മുഅ്മിനീൻ, ഈ ഈമാനിന്റെ ഒരു ധൈര്യമാണ്. എന്ന് മാത്രമല്ല ഇത് പരലോകത്ത് കിട്ടും. എത്ര വലിയ നഷ്ടം സംഭവിക്കുമ്പോഴും അവർ പറയുന്ന ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ എന്ന് പറയാനുള്ള ഒരു അടിസ്ഥാന കാരണം അതാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഇന്റേണലൈസ് ചെയ്താൽ മാത്രമാണ് ബാക്കിയുള്ള ഈ ആയത്തുകളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി നമ്മൾ നോക്കുക സ്വാലിഹാത്ത്, അല്ലെ? സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ശരിക്ക് ഈ യുദ്ധത്തെക്കുറിച്ച് അവിടെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഖയ്യമല്ലി യുന്തറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ. യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അല്ലദീന എന്ന് പറഞ്ഞിട്ട് സാധാരണഗതിയിൽ പറയേണ്ടത് എന്തായിരുന്നു? അല്ലദീന യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ അല്ലദീന യുഖാലിഫൂന തവാഗീത്, അല്ലദീന യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അങ്ങനെയൊക്കെ പറയേണ്ടത്. പക്ഷെ അത് പറയാതെ അള്ളാഹു ഉപയോഗിച്ച പദം അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്. അവരെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ നന്മകൾ ചെയ്യുന്നവരാണ് അവര്. മനസ്സിലാവുന്നുണ്ടോ? അസ്സാലിഹാത്ത് എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ ഖുർആൻ പറയുന്ന സാലിഹാത്ത് എന്തൊക്കെയാ ഖുർആൻ പറയുന്ന സാലിഹാത്ത്? അമലു സാലിഹാത്ത് എന്ന് പറയുന്നത് എന്തൊക്കെയാ? അഖീമുസ്സലാത്ത്, അല്ലെ? നമസ്കാരം നിലനിർത്തുക. പിന്നെയോ ബിർറുൽ വാലിദൈനി, മാതാപിതാക്കളോട് നന്മ ചെയ്യുക, സകാത്ത് കൊടുക്കുക, സദക്ക, സിദ്ഖ്, നിങ്ങൾ സത്യസന്ധത പാലിക്കുക. ഇതൊക്കെയാണ് സാലിഹാത്ത്, അല്ലെ? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും, ഈ ഇത്രയും വലിയൊരു യുദ്ധമൊക്കെ നടക്കുമ്പോ
നമ്മൾ അള്ളാഹ് എന്തുകൊണ്ടാണ് ഇത്രയും പിന്നെ വാളെടുക്കുന്നതിനെ കുറിച്ച് പറയാതെ അല്ലെങ്കിൽ ജിഹാദിനെ കുറിച്ച് അതിങ്ങനെ ഊന്നി പറയാതെ സാലിഹാത്തിനെ എംഫസൈസ് ചെയ്ത് പറഞ്ഞ എന്തുകൊണ്ടാ? അതാണ് രണ്ടാമത്തെ ഒരു ഹെവി കൺസെപ്റ്റ്. അതായത് ഈ സാലിഹാത്ത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിത്നയുടെ ഒരു ഘട്ടത്തില് നമ്മൾ കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആവാതെ ഭൗതികമായി മാത്രം ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ദീനിന്റെ ആ യഥാർത്ഥ കൺസെപ്റ്റിനെ നമ്മൾ വാസ്തവത്തിൽ മനസ്സിലാക്കണം. ഇപ്പോ ഞാൻ അതിന്റെ ശരിക്കൊരു ഇതായിട്ട് പറയാട്ടെ. അതായത് ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇതിന്റെ ഒരു ഗ്രാമർ മനസ്സിലാക്കുന്നത് ഈ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനപ്പം വേർഡ് ഡോക്യുമെന്റിലേക്ക് ഒന്ന് പോട്ടെ. ഷെയർ എൻ്റെ വൈറ്റ് സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കണ്ടൂടെ? കാണുന്നുണ്ട്. ഓക്കെ. അല്ലദീന യഅമലൂന അസ്സാലിഹാത്ത് ഇതല്ലേ പറയുന്ന? ശരിക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? അല്ലദീന യഅമലൂന സ്സാലിഹാത്ത് ഇതാണ് ശരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശരിക്ക് ഇവിടെ ഒരു വാക്ക് വിട്ടിട്ടുണ്ട്, അല്ലദീന യഅമലൂന അല്ല അമാൽ. കാരണം ആ സാലിഹാത്ത് എന്നുള്ളത് അതിന്റെ അർത്ഥത്തിൽ, സാലിഹത്തിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് വരാട്ടോ. അതിനു മുമ്പ് ഞാൻ ഒരു ഗ്രാമർ പറയണം, ഒരു കോണ്ടെക്സ്റ്റ് പറയണതിന്റെ. ശരിക്കും പറയേണ്ടത് അൽ അമാൽ അസ്സാലിഹ. മനസ്സിലായോ? അല്ല അമാൽ അസ്സാലിഹ ഇങ്ങനെയാണ് പറയേണ്ട. അല്ലദീന യഅമലൂന അൽ അമാൽ അസ്സാലിഹ. അത് പറയാതെ അള്ളാഹു എന്ത് ചെയ്തു? ഈ പദം അങ്ങോട്ട് എടുത്തു കളഞ്ഞു, അല്ല അമാല്. കാരണം അല്ല അമാൽ എന്നുള്ളത് ജംഅ് മുഅന്നസാണ് അല്ലെ? ജംഅ് മുഅന്നസ് കേട്ടണ്ട? മുഅന്നസാണ് അല്ലെ? അമലിന്റെ ജമാണ്. ഈ കുല്ലു ജംഇൻ ഈ പിന്നെ ജീവനില്ലാത്ത സംഗതികളെ കുറിച്ച് പറയുന്ന എല്ലാ ജമ്മും എന്തായിരിക്കും? മുഅന്നസായിരിക്കും. ജീവനില്ലാത്ത സംഗതികളെ കുറിച്ച് പറയുന്ന എല്ലാ ജമ്മുകളും മുഅന്നസായിരിക്കും. അപ്പൊ അതിന്റെ സിഫത്ത്, അതായത് അതിന്റെ അജക്റ്റീവായിട്ട് വരുന്ന, വിശേഷണമായിട്ട് വരുന്ന പദം ഏകവചനമായിട്ടാണ് പ്രയോഗിക്കുക, അസ്സാലിഹ, അല്ലെങ്കിൽ മുഅന്നസായിട്ടാണ് പ്രയോഗിക്കുക. മനസ്സിലായി? ഇങ്ങനെ. പക്ഷെ അത് പറയാതെ ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ പദം അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് അള്ളാഹു എന്ത് ചെയ്തു? അസ്സാലിഹത്ത് വിട്ടിട്ട് അസ്സാലിഹാത്ത് പറഞ്ഞു. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ഈ അസ്സാലിഹാത്ത് എന്ന് ഇവിടെ പ്രയോഗിച്ചത് കൊണ്ട് പറയുന്നത് രണ്ട് കാര്യമാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. ഒന്ന് ലഹം, അതായത് ആ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവർത്തനങ്ങളുടെ പോലും വില അള്ളാഹു, അതിന്റെ വലിപ്പം അള്ളാഹു കൂട്ടി. മനസ്സിലായോ? അതിന്റെ വലിപ്പം മാത്രമല്ല, ഈ സാലിഹാത്തിന് പറയുന്നത് ജംഉ ഖില്ലത്ത് എന്ന് തന്നെ പറയാം. ജംഉ ഖില്ലത്ത് കേട്ടിട്ടുണ്ട്? അങ്ങനെ ജംഉ ഖില്ലത്ത്, ജംഉ കസറത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് തരം ജമ്മുണ്ട്. ഒരു കുറച്ച് സംഗതികളുടെ ജമ്മിന് ജംഉ ഖില്ലത്ത് എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് നിഅമത്ത്, നിഅമത്തിന്റെ ജം എന്താ? നിഅമത്ത്. നിഅമുണ്ട്. അൻഉം എന്നുള്ള ജംഉ കസറത്താണ്. ഒരുപാട് നന്മകൾ, ഒരുപാട് അനുഗ്രഹം. വെറും നിഅം പറയുമ്പോ ജംഉ ഖില്ലത്താണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഈ അസ്സാലിഹാത്ത് എന്നുള്ളത് ജംഉ ഖില്ലത്താണ്. അതായത് രണ്ട് കാര്യമാണ് അള്ളാഹു അസ്സാലിഹത്ത് എന്ന് പറയാതെ അസ്സാലിഹാത്ത് എന്ന് പറയുന്നതിലൂടെ അള്ളാഹു നിർവഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ വലിപ്പം അത് അള്ളാഹു പരിഗണിക്കുന്നു. എത്ര ചെറിയ സൽക്കർമ്മം ചെയ്താലും അതിനൊരു ലഹ്മം, അതിനൊരു വലിപ്പം അള്ളാഹു കൊടുക്കുന്നു. രണ്ട്, അത് എത്ര ചെറുതാണെങ്കിലും എത്ര കുറച്ചാണെങ്കിലും ആ കുറച്ച് തഖ്ലീല്, ആ കുറഞ്ഞ സംഗതിയെ പോലും അള്ളാഹു പരിഗണിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇത്രയും ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്താലും അത് അവിടെ കാണാം, ഒരു അണുമണിത്തൂക്കം തിന്മ ചെയ്താലും കാണാം. അപ്പോ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ വലിയ വലിയ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് പറയാതെ അള്ളാഹു പറയുന്നു ചെറിയ ചെറിയ നന്മകൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ, ഫലസ്തീനിനു വേണ്ടി
നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാളെടുത്ത് തോക്കെടുത്ത് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. ഡ്രോൺ ഉണ്ടാക്കി അങ്ങോട്ട് അയക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അവിടുത്തെ കുട്ടികൾ പെടഞ്ഞ് മരിക്കുന്ന കണ്ടിട്ട് ഭക്ഷണം അങ്ങോട്ട് അയക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്കൊരു മുദ്രാവാക്യം വിളിക്കാൻ അവർക്ക് വേണ്ടി പറ്റുമെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രകടനം നടത്താൻ പറ്റുമെങ്കിൽ, ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ പെൺകുട്ടികൾ ഒരു ചെറിയ സ്ഥലത്ത് പോയിട്ട് പ്രകടനം നടത്തിയതിന് കേസെടുത്തല്ലോ. മാടായിപ്പാറയോ എവിടെ, അവിടെയൊക്കെ പോയിട്ട് വലിയ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആണ് എന്ന് പറയുന്ന ആളുകൾ തന്നെ കേസെടുത്തു അവർക്കെതിരെ. ചെറിയ ചെറിയ നിങ്ങളുടെ അത്തരം സൽക്കർമ്മങ്ങളെ പോലും നിങ്ങൾ കുറച്ച് കാണരുത്. അതിനൊക്കെ വാല്യൂ ഉണ്ട്. ഇപ്പൊ നോക്കൂ, ഈ നമ്മള് അറബ് മുസ്ലിം രാജ്യങ്ങളിലെ ആളുകളെക്കാളും ഈ വിഷയത്തിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിച്ച് അത് ചെയ്യുന്ന ആളുകൾ ആരാ? പാശ്ചാത്യരാണ്. എല്ലാ ശനിയാഴ്ചയും ലണ്ടനിൽ പ്രകടനമുണ്ട്. എല്ലാ ശനിയാഴ്ചയും പ്രൊട്ടസ്റ്റ് മാർച്ച് ഉണ്ട്. എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ കഴിഞ്ഞ 2 വർഷമായിട്ട് അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഫലം കാണുന്നു. പലസ്തീന രാഷ്ട്രം അംഗീകരിച്ചു. ഇല്ലാത്തൊരു രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ അവര് വേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിനുള്ള അംഗീകാരം പിൻവലിക്കുക വേണ്ടത്. പക്ഷെ അത് പറയാതെ ഇസ്രായേലിന് എല്ലാ വംശഹത്യക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ട് പലസ്തീൻ രാഷ്ട്രത്തെ ഞങ്ങളൊക്കെ അംഗീകരിക്കുന്ന എല്ലാവരും വിളിച്ചു പറഞ്ഞു. അത് അതിനേക്കാളും വലിയൊരു നാടകമാണ്, കപട നാടകമാണ് അത്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ട് എന്താ കാര്യം? എത്ര പേര് അംഗീകരിച്ചിട്ട് എന്താ കാര്യം? അങ്ങനത്തെ ഒരു രാഷ്ട്രം നിലവിലില്ല. ഇപ്പൊ നിലവിലില്ല. ഉള്ളത് കൂടി അവര് കട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലും നിങ്ങൾ അംഗീകരിക്കുന്നത് പോലും ടെററിസത്തിന് കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞിട്ടാണ് നെതന്യാഹു ഇരിക്കുന്നത്. അപ്പൊ ഈ പൊള്ളയായ വാദങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ, ഗസയിൽ നിന്ന് വരുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ടിക്ടോക്കിൽ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാൻ പറ്റും, അതേ നിങ്ങൾക്ക് പറ്റുള്ളൂങ്കിൽ സാലിഹാത്ത്. അതാണ് ഈ സന്ദർഭത്തിലെ നന്മ. അതായത് എല്ലാത്തരം നന്മയും നിങ്ങൾ 2 റക്അത്ത് പ്രത്യേകമായി ഫലസ്തീനികൾക്ക് വേണ്ടി നമസ്കരിക്കുന്നു, അതേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ദാറ്റ്സ് ഫൈൻ. അതാണ് ഈ യഅമലൂന സ്വാലിഹാത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന അതൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഈ യുദ്ധത്തിന്റെ അതികഠിനമായ യുദ്ധത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ നോക്കിയിട്ട്, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ ഖുർആൻ പഠിക്കുന്നു, നിങ്ങൾ ഖുർആൻ ഹിഫ്ളാക്കുന്നു, ഖുർആൻ അർത്ഥം മനസ്സിലാക്കുന്നു, പള്ളി ഉണ്ടാക്കുന്നു. ചില ആളുകൾ ചോദിക്കും, ഈ സമയത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, ഈ സമയത്ത് ഖുർആൻ പഠിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ പോയിട്ട് എല്ലാവരും ഫൈറ്റ് ചെയ്യലേ വേണ്ട. ഫൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഫൈറ്റ് ചെയ്യണം. ബോംബ് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ബോംബ് ഉണ്ടാക്കണം. പക്ഷേ അതൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം സന്ദർഭമൊക്കെ ഉണ്ടാവാം. അപ്പോൾ മനസ്സ് വിഷമിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതികർത്യപദമൂഢരായിട്ട് ഇരിക്കുകയല്ല വേണ്ടത്. യു ആർ നോട്ട് ഹെൽപ്ലെസ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നീക്കങ്ങൾ, നിങ്ങളൊരു മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ. ഇപ്പൊ നോക്കൂ, എന്തുകൊണ്ടാണ് അമേരിക്കയിലെ പൊതുജനാഭിപ്രായം ഇത്രയധികം ഫലസ്തീന് അനുകൂലമായിട്ട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത്? ഒരൊറ്റ മാധ്യമം. ഏതാത്? ടിക്ടോക്ക് എന്ന് പറയുന്ന മാധ്യമം. കാരണം ഈ ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുന്നില്ല ഫലസ്തീനികളെ. മെറ്റ കംപ്ലീറ്റ്ലി ഇസ്രായേലിന് അനുകൂലമാണ്. ഗൂഗിൾ, യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്നില്ല. നിവൃത്തികേട് കൊണ്ടാണ് അൽ ജസീറനൊക്കെ അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ താഴെ അൽ ജസീറയുടെ ചാനലിന്റെ താഴെ എഴുതിയിട്ടും ദിസ് ചാനൽ ഇസ് സപ്പോർട്ടഡ് ബൈ ഖത്തർ ഗവൺമെന്റ്. മറ്റൊരു ചാനലിനും കൊടുക്കാത്തൊരു വിശേഷണം യൂട്യൂബ് അവിടെ കൊടുത്തിട്ടുണ്ട് അൽ ജസീറയ്ക്ക്. കഴിയുന്നത്ര ഫലസ്തീൻ കണ്ടന്റുകൾ അവർ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. AI അവരുടെ ആൽഗരിതം ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അതിനാണ്. ഫലസ്തീൻ അനുകൂലമായി എത്ര കണ്ടന്റ് നീക്കാൻ പറ്റോ അത്ര നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ അള്ളാഹു ഒരെണ്ണം ബാക്കി വെച്ചു, ആ ടിക്ടോക്ക്. അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് അമേരിക്കയിലെ മുസ്ലിങ്ങൾ, പാശ്ചാത്യൻ മുസ്ലിങ്ങൾ, അല്ലാത്തവര്, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ധാരാളം മനുഷ്യര്, അവർ ഈ ഫലസ്തീൻ കണ്ടന്റ് പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോ അമേരിക്കയിലടക്കം ചാർലി കിർക്കില്ലേ, ആ കിർക്കൻ വധിക്കപ്പെട്ട, അവനോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു സഹതാപമില്ല. പക്ഷെ അവസാന കാലഘട്ടത്തിൽ അവൻ പോലും ഇസ്രായേലിനെതിരെ പറഞ്ഞു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചില റൂമർ ഉണ്ട്. ഇസ്രായേലിനെതിരെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തന്നെ നടത്തിയ ഒരു നാടകമാണ് അവന്റെ വധം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആരും മരിക്കുന്നതിലും ഒരു സന്തോഷവുമില്ല. ആരും അങ്ങനെ കൊല്ലപ്പെടാൻ പാടില്ല. അത് ഫലസ്തീനിലെ കുഞ്ഞായാലും ചാർലി കിർക്കായാലും എത്ര വലിയ വംശീയവാദിയായാലും ആരും കൊല്ലപ്പെടാൻ പാടില്ല. അവർക്ക് അല്ലാതെ തന്നെ മരിച്ചോളൂല്ലോ. എല്ലാവരും പടച്ചോൻ തീരുമാനിച്ച ഒരു ആയുസ് വരെ ആരും ജീവിക്കുള്ളൂ. നെതന്യാഹുവും മരിക്കും,
ട്രംപും മരിക്കും, എല്ലാവരും മരിക്കും, നമ്മുടെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉള്ള എല്ലാവരും മരിക്കും. അല്ല, ആരോ പറഞ്ഞല്ലോ, ഈ നിങ്ങൾക്ക് ക്ഷമ നിങ്ങൾക്ക് ആരെയും കൊല്ലേണ്ടി വരില്ല, കാരണം അല്ലാതെ തന്നെ മരിച്ചോളും. ക്ഷമ ഉണ്ടെങ്കിൽ ആർക്കെതിരും പ്രതികാരം നടത്തേണ്ടി വരില്ല, അല്ലാതെ തന്നെ മരിച്ചോളും, സ്വാഭാവികമായി മരിച്ചോളും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇത്രയും അതികഠിനമായ പരീക്ഷണങ്ങളുടെ, കടുത്ത യുദ്ധങ്ങളുടെ, തീക്ഷ്ണമായ പോരാട്ടങ്ങളുടെ ഘട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നന്മകൾ, ആ നന്മകൾ അതിനെ അള്ളാഹു വിലമതിക്കുന്നു. അതാണ് അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇത് ഒരു വളരെ സുപ്രധാനമായ ഒരു പാഠമാണ്. ഈ പാഠം നമുക്ക് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു 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 മാനസികമായ സ്വസ്ഥതയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മൾ അനുഭവിക്കുന്ന ഒരു എന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, അപ്പൊ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ടാവും. അല്ലെങ്കിലോ നമ്മൾ ഒന്നും ചെയ്യാനില്ലാത്ത നിസ്സഹായരായിട്ടിരിക്കും, നമുക്ക് വെറുതെ കുനൂത്ത് ഓതാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കും. അല്ല, നമ്മൾ ഒരു 10-20 വർഷം നമ്മൾ അങ്ങനെയാണ് കാണേണ്ട. ഒരു 20-30 വർഷം കൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷെ മാറ്റം ഉണ്ടാവുക. ആ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു തോട്ടം കത്തി നശിച്ചുപോയി. ഈ സൂറത്തുൽ കാഫിൽ വരാനുണ്ട് തോട്ടത്തെ കുറിച്ചുള്ള കഥ, അല്ലെ? ഒരു തോട്ടം കത്തി നശിച്ചുപോയി, അതിന്റെ മുഴുവൻ ചെടികളും മരങ്ങളും ഒക്കെ നശിച്ചുപോയി, ഫലവൃക്ഷങ്ങളൊക്കെ നശിച്ചുപോയി. നമ്മൾ ആ നശിച്ചുപോയ തോട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ 10-20 വർഷമായിട്ട് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടരിരുന്ന് ഇങ്ങനെ വിലപിക്കുന്നു. പക്ഷെ ആ നശിച്ചു പോയതിന്റെ പിറ്റേ ദിവസം കുറെ പേര് കൂടിയിട്ട് 1-2 ചെടികൾ അവിടെ നട്ടിരുന്നെങ്കിൽ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ആ ചെടികളൊക്കെ ഇപ്പൊ എന്തായിട്ടുണ്ടാവും? വലിയ മരങ്ങളായിട്ടുണ്ടാവും, അല്ലെ? ആ തോട്ടം നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. മുസ്ലിം സമൂഹത്തിന്റെ പലപ്പോഴുള്ള അവസ്ഥ ഇപ്പൊ അതാണ്. നമ്മൾ പഴയ കാലത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ബ്രിട്ടീഷുകാർ നമ്മളെ അധിനിവേശം ചെയ്തുകൊണ്ട് നമുക്ക് അത് സംഭവിച്ചു, മറ്റൊരു നമ്മളെ ഇസ്രായേൽ ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് ഇത് പക്ഷെ നമ്മൾ അന്നു മുതൽ ഇന്ന് വരെ എല്ലാവരും വേണ്ട, ഒരു 2%, ഈ സമുദായത്തിൽ ഒരു 2% ആളുകൾ ഇന്റൻസീവായിട്ട്, സ്ട്രാറ്റജിക്കലി ആയിട്ട്, അത് ഭരണാധികാരികളെ കാത്തു നിൽക്കാതെ, മറ്റ് പണക്കാരെ കാത്താതെ, ആളുകളെ കാത്താതെ, ഈ യഅമലൂന സാലിഹാത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ ഖുർആൻ പഠിപ്പിച്ചിട്ടും, പള്ളി ഉണ്ടാക്കിയിട്ടും, മുസ്ഹഫ് വിതരണം ചെയ്തിട്ടും, സദക്ക കൊടുത്തിട്ടും, ചെറിയ പ്രകടനം നടത്തിയിട്ടും, ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടും, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടാക്കി ഇട്ടിട്ടും, അത് ഷെയർ ചെയ്തിട്ടും, അതിനുവേണ്ടി ആളുകളെ ബോധവൽക്കരിച്ചിട്ടും ഒക്കെ നമ്മളെല്ലാവരും രംഗത്തിറങ്ങിയാല് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇന്ത്യയിലെ അവസ്ഥ നോക്ക്. ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് ആ പോയിന്റിൽ നിന്ന് പുറത്ത് കിടക്കാം, കാരണം അത് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. 20 കോടി മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ, അല്ലെ? ഈ 20 കോടി മുസ്ലിങ്ങളുടെ 2% എത്രയായി? 40 ലക്ഷം പേര്. 40 ലക്ഷം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിലകൊണ്ടാൽ, ധൈര്യപൂർവ്വം നിലകൊണ്ടാൽ, ആത്മവിശ്വാസം പൂർവ്വം നിലകൊണ്ടാൽ, ജൻസി നേപ്പാളില് എത്ര ലക്ഷം പേര് പ്രകടനം നടത്തിയിട്ടുണ്ടാവും? ജൻസി പ്രക്ഷോഭം കണ്ടല്ലോ നേപ്പാളില്, 1 ലക്ഷം പേരും പോലുമില്ല. ഞാൻ പറഞ്ഞ പ്രകടനം നടത്തണമെന്നോ പാർലമെന്റ് ഇടിച്ച് തകർക്കണമെന്നോ മന്ത്രിമാരെ കൊല്ലണമെന്നോ ഒന്നുമല്ല, മറിച്ച് വളരെ സ്ട്രാറ്റജിക്കലി നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്താൽ ഈ യഅമലൂന സ്വാലിഹാത്ത്, ഖുർആൻ ഈ പറയുന്ന യഅമലൂന സ്വാലിഹാത്ത്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നന്മകൾ, ആ നന്മകളുടെ ഒരു കൂമ്പാരം നമ്മൾ ചെയ്തു കൂട്ടിയാൽ ഏത് ബഅസൻ ഷദീദിനെയും ഈ ലോകത്ത് നമുക്ക് മറികടക്കാം. ഇനി ഈ ലോകത്ത് നമുക്ക് ഇതൊക്കെ ചെയ്താലും ചിലപ്പോ അതുകൊണ്ടാണ് വളരെ ബുദ്ധിപൂർവ്വം, വളരെ യുക്തിപൂർവ്വം അള്ളാഹു അജ്റൻ ഹസന എന്ന് പറഞ്ഞത്, പരലോകത്തെ പ്രതിഫലത്തെ കുറിച്ച്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഈ ബഅസിൻ ഷദീദ് നിന്ന് മറികടക്കാൻ പറ്റില്ല, പക്ഷേ അന്തിമമായിട്ട് ഒരു പ്രതിഫലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോ ഒരു ചെടി നടുക, ഈ ഒരു വൃക്ഷം നടുക, ഒരു വെള്ളം കൊടുക്കുക, ഒരു സദക്ക ചെയ്യുക, ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ഇതിനൊരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോ നമ്മള് ഉംറക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ, നമ്മൾ സഫാ മർവ മലയുടെ മുകളില് നമ്മളിങ്ങനെ ഓടും, അല്ലെ? നമ്മളിങ്ങനെ ഓടും. അവിടെ ഒരു ജോഗിങ് ട്രാക്ക് ഉണ്ട്, അല്ലെ? സഫാ മർവയുടെ ഇടയിൽ ഒരു പച്ച ലൈറ്റ് കത്തിനോടത്ത് വന്ന് നമ്മൾ ജോഗ് ചെയ്യണം, അല്ലെ? ബാക്കിയുള്ളടത്ത് നടന്നാൽ മതി. ഈ സഫയും മർവയും അതിനെ കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സൂറത്തുൽ ബഖറയിലെ 58-ാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട്. ശരിക്ക്
എന്താ അതിന്റെ അർത്ഥം? ഇന്ന സഫ വൽ മർവത മിൻ അള്ളാവിന്റെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. സൈനാണ്. അള്ളാഹുവിന്റെ സൈനാണ്, അള്ളാഹുവിന്റെ സൈനുകളാണ്, അള്ളാഹുവിന്റെ സിമ്പലുകളാണ്. ശരിക്കും അവിടെ എന്താ സംഭവിച്ചത്? സഫയിലും മർവയിലും സഫ ഹാർഡ് മർവ എന്തിനാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ഹാർഡ് വർക്ക് ലൈക്ക് ത്യാഗത്തിന്റെ ആ ഹാജറ ബീവി വേണ്ടി. ഹാജറിന്റെ ത്യാഗം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം സ്വന്തം കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഹാജർ നടത്തിയ ഒരു പരിശ്രമമാണ് അല്ലെ. അന്ന് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നത്തെ പോലെ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? ഹായ് ഗായ്സ്, ഞാനിവിടെ ഈ മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കണം, ഇവിടെ വെള്ളമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു രംഗമൊക്കെ ഉണ്ടാവും അല്ലെ. ഹാജറിന് അതൊന്നുമില്ല. അവിടെ ബിവാദിൻ ഗൈരി ദി സർഇൻ അല്ലെ, ഒരു കൃഷിയില്ലാത്ത ജലശൂന്യമായ ഒരു പ്രദേശത്താണ് ഹാജർ മകനെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവരെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത്. വെള്ളം അന്വേഷിച്ച് നടന്നു ഹാജർ. ആദ്യം സഫയുടെ മുകളിൽ പോയി നോക്കി, അവിടെ ഇല്ല. അപ്പൊ മർവയിലേക്ക് വന്നു, അവിടെ ഇല്ല. ഹാജറിന്റെ ആ പ്രവർത്തനം വളരെ ചെറിയൊരു പ്രവർത്തനമാണ്. അവരെന്താ ചെയ്യുന്നത്? ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത്, വെള്ളം ലഭിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത്, ആരെങ്കിലും വെള്ളം കൊണ്ടുവന്ന് തരും എന്നൊരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടുകയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അവര്. അള്ളാഹു എൻ്റെ കുഞ്ഞിന് വെള്ളം വേണം എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരിക്കല്ല, പ്രാർത്ഥിച്ചിട്ട് ഓടുകയാണ്. എവിടെയാണ് വെള്ളം ഉള്ളത് നോക്കുകയാണ്. അവിടെ ഇല്ല എന്ന് ഉറപ്പാണ്, വെള്ളം അടുത്തൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ബിവാദിൻ ഗൈരി ദി സർഇൻ, കൃഷിയില്ലാത്ത, മരുപ്പച്ചയില്ലാത്ത, ഒരു ഒയാസിസ് ഇല്ലാത്ത ഒരു സ്ഥലത്താണ് അവരുള്ളത്. പക്ഷേ അവരോടി. 7 പ്രാവശ്യം ഓടിയാൽ വെള്ളം കിട്ടും എന്ന് വല്ല സൂചന ഉണ്ടായിരുന്നോ അവർക്ക്? ഞാൻ 7 പ്രാവശ്യം ഇങ്ങനെ ആദ്യം സഫയുടെ അടുത്തേക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ അങ്ങനെ ഒരു റെക്കോർഡ് ചെയ്തിട്ട് ഓടാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു പ്രതീക്ഷയില്ലാതെ ഓടുകയാണ്. എത്ര ഓടേണ്ടി വരും എന്ന് പിടുത്തൂല. 7 ആണോ 70 ആണോ 700 ആണോ? പക്ഷെ അവർ റെഡിയായിരുന്നു ഓടാൻ. അവരോടി, അവർ പ്രാർത്ഥിച്ചു, അവർക്ക് കിട്ടി. എന്ത് കിട്ടി? സംസം വെള്ളം കിട്ടി. ആ സംഗതിയെ, അതായത് നിങ്ങൾ ഒരു പ്രതീക്ഷയില്ലാത്തൊരു സന്ദർഭത്തിൽ, യാതൊരു പ്രതീക്ഷയില്ലാത്ത ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ സഹായം വന്നെത്തും എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കിട്ടിയിരിക്കും, നിങ്ങൾക്ക് പ്രതിഫലം മൂസ അലൈഹി സലാം പറഞ്ഞതുപോലെ ഇന്ന റബ്ബി സയഹ്ദീൻ, കല്ല ഇന്ന മഈ റബ്ബി റബ്ബി സയഹ്ദീൻ, എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും എന്ന് മൂസ അലൈഹി സ്വലാം പറഞ്ഞതുപോലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ അവർ ഓടിയതാണത്. അതിന്റെ ഫലമായിട്ടാണ് സംസം വെള്ളം കിട്ടിയത്. ആ പ്രവർത്തനത്തെ അള്ളാഹു ഖുർആനിലേക്ക് എടുത്തു വെച്ചിട്ട് എന്താ പറഞ്ഞത്? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരിൽ ഇസ്ലാം എന്നാണോ പറഞ്ഞത്? ആണോ? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരിൽ ഇസ്ലാം എന്നാണോ പറഞ്ഞത്? അല്ല, മിൻ ശആഇരില്ല. സഫയും മർവയും അള്ളാഹുവിന്റെ സിംബൽസ് ആണ്. സഫയും മർവയും നമുക്ക് നൽകുന്ന പാഠം എന്താ? നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും ഡാർക്ക് പോയിന്റിലാണെങ്കിൽ പോലും, ഏറ്റവും ഇരുളടഞ്ഞ, ഒട്ടും ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ലാത്തൊരു ഘട്ടത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ഓടണം, വെള്ളം അന്വേഷിച്ച് ഓടണം. അതായത് നമുക്ക് കത്തിച്ചു വെക്കാൻ പറ്റുന്നത് ഒരു മെഴുകുതിരിയാണെങ്കിലും നമ്മൾ എങ്ങനെ യഖീൻ ഉണ്ടാവണം. അതെ, നമുക്ക് സൂര്യപ്രകാശം തരുന്നത് അള്ളാഹുവാണ്, യഥാർത്ഥ പ്രകാശം അള്ളാഹ് തരിക. പക്ഷെ രാത്രിയാവുമ്പോ, ഇരുട്ടാവുമ്പോ നമുക്കൊരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അതിന്റെ വെട്ടം ഉണ്ടാവുമല്ലോ, ആ വെട്ടം അപ്പൊ അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ. ചില ആളുകളുടെ പ്രധാനപ്പെട്ട പണി അതാണ് വിമർശനം. നമ്മളിപ്പോ ഒരു പ്രവർത്തനം, നമ്മളൊരു സംഘടന ആവട്ടെ, ഒരു പ്രസ്ഥാനം ആകട്ടെ ഒക്കെ ഇപ്പൊ ചിലപ്പോ നമ്മൾ പള്ളികളിലേക്ക് ചിലപ്പോൾ ആളുകളെ വിളിച്ചുകൊണ്ടിരും അല്ലെ, അവരെ കാണിച്ചു കൊടുക്കും, പള്ളിയിൽ ദഅവ നടത്തും. പക്ഷെ അപ്പോ അതിനെ പോലും വിമർശിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നമ്മളൊരു പ്രകടനം നടത്തുമ്പോൾ, നിങ്ങളിപ്പോ പലസ്തീനു വേണ്ടി ഈ മലപ്പുറത്ത് പ്രകടനം നടത്തിയിട്ട് വേണോ ഗസയിൽ വിജയിക്കാൻ? അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. അവരെപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം അവരുടെ പണി എന്താ? മറ്റുള്ളവർ ചെയ്യുന്നത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്.
നിങ്ങൾ പള്ളി ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ പള്ളി ഉണ്ടാക്കുകയാണോ വേണ്ടത്? നിങ്ങൾ ഖുറാൻ പഠിക്കുമ്പോൾ ഇപ്പൊ ഖുറാൻ പഠിക്കുകയാണോ വേണ്ടത്? ഇപ്പൊ തജ്വീദ് പഠിക്കുകയാണോ വേണ്ടത്? ഇപ്പൊ ഹിഫ്ളാക്കുകയാണോ വേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അവരെ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ അതെന്ത് ചെയ്യണം? നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലദീന യഅമലൂന. അതാണ് സഫ മർവ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹാജറിന്റെ പരിശ്രമം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത്, നിരാശ ബാധിക്കുമ്പോൾ, പ്രതീക്ഷ ഇല്ലാത്ത ഘട്ടത്തിൽ നിങ്ങൾ ഓടാൻ തയ്യാറാണോ? നിങ്ങൾ ഓടൂ. ചിലപ്പോൾ 7 ഓട്ടം, ചിലപ്പോൾ 70 ഓട്ടം, ചിലപ്പോൾ 700 ഓട്ടം വേണ്ടി വരും. പക്ഷേ ആ ഓട്ടത്തിന്റെ അവസാനം ഒരു സംസം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്. മനസ്സിലായോ? അതായത് ഇത്രയും കഠിനമായ ഒരു യുദ്ധത്തെക്കുറിച്ച് അള്ളാഹു താക്കീത് ചെയ്യുമ്പോൾ, ഇത്രയും കഠിനമായ ഒരു പരീക്ഷണത്തെക്കുറിച്ച്, ഒരു ഇന്റൻസ് വാറിനെ കുറിച്ച് അള്ളാഹു താക്കീത് ചെയ്യുമ്പോൾ, അവിടെ നിങ്ങളെ നേരെ നിർത്തുന്ന ഈ ഗ്രന്ഥം നിങ്ങളോട് പറയുന്നത് അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് എന്നുള്ളതാണ് കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി. ഓക്കെ, ഇനി ഏറ്റവും ഇരുളടഞ്ഞ ഘട്ടത്തിൽ പോലും ഒരു ചെറിയ ഒരു എന്താ പറയാ, ചെറിയ തിരി വെട്ടം നിങ്ങൾക്ക് കൊളുത്താൻ സാധിച്ചാൽ അതാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിന് ശരിക്കും സംഭവിച്ചുകൊണ്ടിട്ടുള്ളത്. അതാണ്. അവര് പലപ്പോഴും ആര് ചെയ്യുന്നത് മതിയാവുന്നില്ല. നമ്മൾ പറയുന്നത് എപ്പോഴും അല്ല, നമ്മളെല്ലാവരും യുദ്ധത്തിന് പോകണം, എല്ലാവരും ജിഹാദ് നടത്തണം, എല്ലാവരും വലിയ വലിയ സംഗതികൾ ചെയ്യണം. അതൊക്കെ വേണ്ടി വരുമ്പോൾ അത് ചെയ്യണം. പക്ഷേ അത് ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ സംഗതികളിലൂടെ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കാനും അതിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മുടെ സ്വയം തന്നെയുള്ള കർമ്മങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രകാശത്തെ പരത്താനും നമുക്ക് സാധിക്കണം. അപ്പോൾ അതായത് നമ്മൾ ഇസ്ലാമിന്റെ വിജയം സ്വപ്നം കാണുമ്പോൾ തന്നെ അന്തിമമായി ഈ വിജയം പോലും നിങ്ങൾ എത്തിക്കേണ്ടത് എങ്ങോട്ടാണ്? അജ്റൻ ഹസന, ഏറ്റവും നല്ല പ്രതിഫലമുള്ള അതിലേക്കാണ് നിങ്ങൾ എത്തിക്കേണ്ടത്. അതായത് മക്ക വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം, ഖൈബറിലെ യുദ്ധം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. പക്ഷെ അതിനേക്കാൾ അപ്പുറം ആ വലിയ വലിയ വിജയത്തെക്കാളും നിങ്ങൾക്ക് വേണ്ടത് അന്തിമമായി അള്ളാഹുവിന്റെ അടുത്തുള്ള വരും. കാരണം ഒമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, അല്ലെ? ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് വളരെ വഞ്ചനാത്മകമായ ചരക്കാണ്. അത് വളരെ കുറച്ചാണ്. മതാഉൽ ഖലീൽ സുമ മഅവാഹും ജഹന്നം. ഓക്കെ, അതാണ്. ഇനി നമ്മൾ ഈ സാലിഹാത്തിന്റെ ഒരു മീനിങ്ങിലേക്ക് പോകാം കേട്ടോ. അതിന്റെ ഒരു പിന്നെ എന്തുകൊണ്ടാണ് ഈ സാലിഹാത്തിന് ഇങ്ങനെയൊക്കെ അർത്ഥം വരുന്നത്? ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പം സലഹ യസ്ലുഹു സലാഹൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഹസുനത്ത് ഹാലുഹു, ഒരു സംഗതിയുടെ അവസ്ഥ മെച്ചപ്പെടുന്നതിനാണ് സലുഹ എന്ന് പറഞ്ഞത്. വസാല അൻഹുൽ ഫസാദ്, ഫസാദ് നീങ്ങിയിട്ട്, കുഴപ്പങ്ങൾ നീങ്ങിയിട്ട് ഒരു സംഗതിയുടെ അവസ്ഥ മെച്ചപ്പെടുന്നു. അതിനാണ് എന്ത് പറയാ? ഹസന. അതായത് ഒരു വെർബായിട്ടാണ് ഉപയോഗിക്കുക. സലഹ യസ്ലുഹു സലാഹൻ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, എങ്ങനെ ഇങ്ങോട്ടാണോ? ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വന്നു, ഒരു പരിക്ക് വന്നു, അതൊക്കെ മാറിയിട്ട്, രോഗമൊക്കെ മാറിയിട്ട്, അല്ലെങ്കിൽ പിന്നെ പൊടി മൂടി കിടക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു, അതിന് ചെളിയും മറ്റൊക്കെ മൂടി അതിനൊക്കെ മാറ്റിയിട്ട് അതിനെ ശരിയാക്കി എടുക്കുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയാം? സലുഹ എന്ന് പറയാം. പിന്നെ സാലിഹത്തിന് അല്ലെങ്കിൽ സലാഹിന് പറഞ്ഞാൽ ഇസ്തിഖാമത്തു അലാമ തദ്ഉ ഇലൈഹിൽ ഹിക്മ, വിവേകം. നമ്മുടെ വിവേകം നമ്മളെ എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിൽ ഉറച്ചു നിൽക്കുക. അതിനെന്ത് പറയും? മസ്ലഹത്ത് എന്ന് പറയും. കാരണം ഒരു ബുദ്ധിപൂർവം നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിന് ആ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട സംഗതികളിൽ ഉറച്ചു നിൽക്കുന്നതിന് മസ്ലഹത്ത് എന്ന് പറയാറുണ്ട്. പിന്നെ ഇസ്ലാഹു ഷൈഇന് തഖ്വീമുഹു എന്ന് പറയും. ഒരു സംഗതിയെ ഇസ്ലാഹ് ആക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നേരെ ആക്കുക, ഫിക്സ് ചെയ്യുക, സംതിങ് ടു ബി ബെറ്റർ. ഇസ്ലാഹ് അതിന് പിന്നെ ഒരു കാര്യത്തെ പരിഷ്കരിക്കുക, ഒരു കാര്യത്തെ റിഫോം ചെയ്യുക, അതിന് ഇസ്ലാഹ് എന്ന് പറയും. മുസ്ലിഹ് എന്ന് പറയുന്നത് എന്താ? അങ്ങനെ ചെയ്യുന്ന ആളാണ് മുസ്ലിഹ് എന്ന് പറയാം കേട്ടാ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? മുസ്ലിഹിന്റെ ഓപ്പോസിറ്റ് മുഫ്സിദ്, കുഴപ്പമുണ്ടാക്കുന്ന, ഒരു സംഗതിയെ കുഴപ്പത്തിലാക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് മുഫ്സിദ്. മുസ്ലിഹ്. സാലിഹ് എന്നതിന്റെ
ഫാസിദ്. ഇങ്ങോട്ടാണോ? സാലിഹ് എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫാസിദ്. സാലിഹ് നന്നായത്, ഫാസിദ് മോശമായത്. ഈ പാല് ചീത്തയായാല് അത് ഹലീബ് ഫാസിദ് എന്ന് പറയും, അത് കേടായ പാലാണ് എന്ന അർത്ഥത്തിൽ പറയും. സാലിഹ് ലിഷുർബ് എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടർ, ഡ്രിങ്കബിൾ ആയിട്ടുള്ള പോർട്ടബിൾ വാട്ടറിന് മിയാഹ് സാലിഹ് ലിഷുർബ് എന്ന് പറയും, കുടിക്കാൻ പറ്റിയത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫാസിദ. ഓക്കെ. പിന്നെ അൽ ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടത് വൈദ്ഹാബു മാ തഫഷി ബൈനഹും മിൻ ഫസാദിൻ വഹിസാമിൻ, ആളുകൾക്കിടയിലുള്ള തർക്കവും കുഴപ്പമൊക്കെ മാറ്റിയിട്ട് അവരെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുന്നതിന് എന്ത് പറയും? അൽ ഇസ്ലാഹു ബൈനന്നാസ് എന്ന് പറയും. ജനങ്ങൾക്കിടയിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് അതിനെ നന്നാക്കുക. പിന്നെ സലാഹുഹു അല ബഅ്ലി മാലിഹി, അതായത് ഒരാളുടെ അടുത്ത് കുറച്ച് പണമുണ്ട്, ആ പണം ഉപയോഗിച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് തർക്കമുണ്ട് രണ്ടാളുകൾക്കിടയിൽ. അപ്പൊ അതിനിടയിൽ ആളുകൾ ആ പണത്തിന്റെ പേരിൽ തർക്കം നടത്തുന്ന ആളുകളെ ഒരാളും സുൽഹാക്കിയിട്ട് കുറച്ച് പണം ഇവിടെ കുറച്ച് കുറച്ച് അവിടെ കുറച്ചിട്ടൊക്കെ അങ്ങനെ സുൽഹാക്കല്ലോ, അതിനും മുസാലഹത്ത് എന്ന് അറബി പറയും. സുൽഹ് എന്ന് പറഞ്ഞാൽ ട്രീറ്റി എന്നർത്ഥം അറബി ഭാഷയിൽ. സുൽഹ് ഹുദൈബിയ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഹുദൈബിയ ട്രീറ്റി, സുൽഹ്. അതെന്തുകൊണ്ടാ? ആ രണ്ട് വിഭാഗത്തിനിടയിൽ വന്ന ഒരു സന്ധി ഫോണിൽ കൈ വെച്ചേക്കുന്ന സുൽഹ്. ഓക്കെ. പിന്നെ മസ്ലഹത്ത് മസാലിഹ്, നളറഫി മസാലിഹിന്നാസ്, ജനങ്ങളുടെ താല്പര്യം, ആളുകളുടെ ഒരു ഇൻട്രസ്റ്റിനെ കുറിച്ച്. വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ, അതിന് മസാലിഹുന്നാസ് എന്ന് പറയും. മത്തറൻ സാലിഹത്തൻ, മത്തറത്തൻ സാലിഹത്തൻ, ഒരുപാട് നല്ല മഴ ലഭിക്കുന്നതിന്, വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാകാത്ത അത്ര കൃഷിക്കൊക്കെ ഉപയുക്തമായ മഴ ലഭിക്കുന്നതിന് പറയും മത്തറത്തൻ സാലിഹത്തൻ എന്ന് പറയും. മുത്തസല്ലഹ് എന്ന് പറയും, ഒരു വസ്ത്രം, കീറിപ്പോയൊരു വസ്ത്രം തുന്നി അത് നന്നാക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിന് മുത്തസല്ലഹ് എന്ന ആ വസ്ത്രത്തെ കുറിച്ച് പറയും. ഓക്കെ. അപ്പോ പറഞ്ഞോ. അതിൽ നിന്ന് തന്നെ വന്നതാണോ സിലത്തുറഹ്മ? അല്ല, സില വേറെയാണ്. വസല എന്നാണ് അത് വന്നത്. വസല, സലഹയാണ് നന്നാവുക. വസല എന്നത് വസല എന്നാണ് സില, സ്വലാത്തൊക്കെ വരുന്നതാണ്. സലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കണക്ഷൻ ആണല്ലോ, അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ആണ് സ്വലാത്ത്. ഇവിടെ ഒരു വാക്ക് അധികം, ഒരു അക്ഷരം അധികം വന്നിട്ടുണ്ട്, സലുഹ. കേട്ടോ, അതാണ്. അപ്പോ ഞാൻ ഈ അർത്ഥമൊക്കെ പറഞ്ഞ എന്തിനാ? എന്തുകൊണ്ടാണ് അള്ളാഹു അല്ല അമാലു സാലിഹാത്ത്, അല്ലെ അമാലു വിട്ട് കളഞ്ഞിട്ട് വെറും സാലിഹാത്ത് മാത്രം പറയാനുള്ള ഒരു കാരണം അതാണ് കേട്ടാ. അപ്പോ അതായത് അതിനെക്കുറിച്ച് പിന്നെ വിവിധ തഫ്സീറുകളിൽ ഇമാം ഹമീദുദ്ദീൻ ഫറാഹി അദ്ദേഹത്തിന്റെ നുളുമുൽ ഖുർആന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നിടത്ത് ഈ വാചകം അദ്ദേഹം നന്നായി പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്. അമിലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ഖൗലുൻ ജാമിഉൻ ലി അഷ്താത്തിൽ അമാൽ വഹാദ ലാഹിറുൻ, വ്യത്യസ്തമായി ചിതറിക്കിടക്കുന്ന എല്ലാ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്കും കൂടി കോമൺ ആയിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഖുർആനിലെ ഒരു എക്സ്പ്രഷൻ ആണ് എന്ത്? സാലിഹാത്ത്. എവിടെയും പറഞ്ഞു അല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, എല്ലായിടത്തും കേട്ടാ. ഓക്കെ. പിന്നെ അതേസമയം അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റൊരു സംഗതി വലാക്കിന്നൽ ലഫ് ദലാലത്തുൻ അല ഹിക്മത്തുൻ അലീമ, പക്ഷേ ഇതിലൊരു വലിയ വിസ്ഡം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ വാക്ക് അള്ളാഹു പ്രയോഗിച്ചതിൽ വലിയൊരു വിസ്ഡം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണ്? വഹിയ അന്നൽ ഹസനാത്ത് ലമ്മാ സമ്മാഹല്ലാഹു അസ്സാലിഹാത്ത്, ഈ നന്മകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു അസ്സാലിഹാത്ത് എന്ന് പറഞ്ഞപ്പോ അലിമൽ ഇൻസാൻ ബിദാലിക അന്ന ഫിഹാ സലാഹു ഹാലിഹി വ ഖവാമു അംരിഹി ഫി മആശിഹി വ മആദിഹി വ അഫ്രാദിഹി വ ജമാഅത്തിഹി വ ജിസ്മിഹി വ ഖൽബിഹി, അതായത് അവൻ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ, ഈ പറഞ്ഞ സാലിഹത്തിൽപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അവന്റെ തന്നെ നന്മ അതിൽ അടങ്ങിയിട്ടുണ്ട്. അവന്റെ അവസ്ഥ നന്നാക്കുന്നു, അവന്റെ കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഒരു രൂപം വരുന്നു, അവന്റെ മഈശത്തില് നന്മ ലഭിക്കുന്നു, സമൂഹത്തിലും അവന്റെ കുടുംബത്തിലും ഒക്കെ ഒരു നന്മ ലഭിക്കുന്നു, അവന്റെ ശരീരത്തിൽ നന്മ ഉണ്ടാകുന്നു, അവന്റെ ഹൃദയത്തിൽ നന്മ ഉണ്ടാകുന്നു. ഫൽ അഅ്മാലു സാലിഹ മാ ബിഹി ഹയാത്തുൽ ഇൻസാൻ വനമാഇഹി ഹസ്ബ മാ ഔളഅഹല്ലാഹു ഫീ ഫിത്രതിഹി വഇസ്തിഅദാദി ഖൽഖതി, അതായത് നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ നോക്കൂ, ഏത് സൽക്കർമ്മം, നമസ്കാരത്തിൽ അന്തിമമായിട്ട് എന്തുണ്ട്? നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണം ഉണ്ട് അല്ലെ? ഇന്ന സ്വലാത്ത
തൻഹ അനിൽ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എല്ലാ മ്ലേച്ഛകരമായ കാര്യങ്ങളിൽ നിങ്ങളെ തടയുന്നു. സക്കാത്തോ, സക്കാത്ത് നിങ്ങളുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നു. സമ്പത്തിനെ മാത്രമാണോ സക്കാത്ത് ശുദ്ധീകരിക്കുക? അല്ല, മനസ്സിൽ നിന്ന് പിശുക്ക് എടുത്തു കളയുന്നു. സക്കാത്ത് കൊടുക്കുന്ന ഒരാൾക്ക് പിന്നെ പിശുക്ക് കാണിക്കാൻ പറ്റില്ല. അയാൾ സക്കാത്ത് മാത്രമല്ല കൊടുക്കുക, അയാൾ തൻ്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളതൊക്കെ പലർക്കുമായിട്ട് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കും. ഹജ്ജും ഉംറയും മറ്റുള്ളവരെ സഹായിക്കലും ബിർറുൽ വാലിദൈനി, മാതാപിതാക്കളോട് നന്മ ചെയ്യലും ഒക്കെ അതാണ്. എന്ന് പറഞ്ഞാൽ ഈ സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളാകട്ടെ, പക്ഷെ അത് അന്തിമമായിട്ട് നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ അവസ്ഥകൾ നന്നാക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ മനസ്സ് നന്നാക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ശരീരം നന്നാക്കുന്നതിന് വേണ്ടി. ഒരാൾക്ക് മനസ്സിൽ ആരോടും പകയില്ലാതിരിക്കണമെങ്കിൽ അയാൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ആളാവണം. കാരണം ആ സൽക്കർമ്മങ്ങളിലൂടെയാണ് അയാൾ എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് സേവനങ്ങൾ അനുഷ്ഠിക്കുക. സേവനങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഒരു മനസ്സ് അയാൾക്ക് കിട്ടുന്നത് ഈ സാലിഹാത്ത് അനുഷ്ഠിക്കുന്നതിലൂടെയാണ്. അപ്പോൾ സാലിഹാത്തിന് അത്രയും വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടെന്നാണ് ഇമാം ഹമീദുദ്ദീൻ ഫറാഹി അദ്ദേഹത്തിന്റെ ആ തഫ്സീറിൽ, പിന്നെ നുളുമുൽ ഖുർആൻ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ പറയുന്നത്. അതിൽ തന്നെയും മറ്റ് പല തഫ്സീറുകളുണ്ട്. ഞാൻ തഫ്സീറുകളുടെ ഒന്നും പേരുദ്ധരിക്കുന്നില്ല. പക്ഷെ പിന്നെ ജീവിതം, നമ്മുടെയൊക്കെ ജീവിതം മെച്ചപ്പെടുത്തുന്നു, നമ്മളെ പാപങ്ങളിൽ നിന്ന് കഴുകിക്കളയുന്നു, പിന്നെ കൂടുതൽ മനുഷ്യർക്ക് പൂർണ്ണത പ്രാപിക്കാൻ സാധിക്കുന്നു. നമ്മൾ ആരും പൂർണ്ണരാവില്ല, പക്ഷെ പൂർണ്ണത പ്രാപിക്കാൻ നമ്മളെ സഹായിക്കുന്നു കേട്ടോ. അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ സാലിഹാത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ വൃത്തികേടുകളും ദുഷിച്ച ചിന്തകളും ദുഷിച്ച അവസ്ഥകളും അള്ളാഹു എടുത്തു കളഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും വളരെ പരിപൂർണമായ ഒരു അവസ്ഥയിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അള്ളാഹു ആക്കി തീർക്കുകയും ചെയ്യുന്നു. അപ്പൊ അത് വളരെ ചെറിയ സൽക്കർമ്മങ്ങളാണെങ്കിൽ പോലും അത് അന്തിമമായിട്ട് നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ഈ ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഇപ്പൊ ആക്ടിവിസ്റ്റുകൾ, അല്ലെ, സോഷ്യൽ ആക്ടിവിസ്റ്റുകളാവട്ടെ, ഇസ്ലാമിക് ആക്ടിവിസ്റ്റുകളാകട്ടെ, അവര് പരിപൂർണമായിട്ടും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്വന്തം നന്മകൾ മറന്നുപോകുന്ന ആളുകളുണ്ട്, അല്ലെ. ഒരുപാട് സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, പക്ഷെ ചെറിയ ചെറിയ നന്മകളെ അവര് അവഗണിക്കും. അതും പറ്റൂല. രണ്ടിന്റെ ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ദീൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയുന്നത് ഒരു കാര്യത്തെയും ചെറുതായി കാണരുത്. ഒരു ചെറിയ പ്രവർത്തനം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇപ്പോൾ സൂറത്ത്, അത് ഞാൻ ഇതിന്റെ ഒരു ഇടക്ക് കയറി പറയാട്ടാ, സൂറത്ത് മുസമ്മിലിന്റെ തീം എന്താ മെയിൻ ആയിട്ട്? സൂറത്ത് മുസമ്മിലിന്റെ തുടക്കത്തിൽ അല്ല പറയുന്നത്, തുടക്കത്തില് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കണം. റസൂലിനോട് പറയണം അല്ലാഹു, രാത്രിയുടെ കുറച്ച് ഭാഗം ഒഴിച്ച് ബാക്കി മുഴുവൻ നിന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഖുർആൻ ഓതാനല്ലേ പറയണം, അല്ലെ? നമസ്കരിക്കുമ്പോ രാത്രി നിന്ന് നമസ്കരിക്കുമ്പോൾ ഒരുപാട് ഖുർആൻ. പക്ഷെ ആ സൂറത്തിന്റെ അവസാനം ഒരു വാചകം അല്ലാഹു പറയുന്നുണ്ട്, അല്ലെ? അതെന്താ? ഫഖറഉ മാ തയസ്സറ മിൻഹു. ഫഖറഉ മാ തയസ്സറ മിൻഹു. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് വളരെ, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എത്രയാണോ അത്ര ഓതിയാൽ മതി. കാരണം എന്താ? നിങ്ങളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒമിൻഹും, അല്ലെ, മൻ യദ്രിബൂന ഫിൽ അർള്, ഭൂമിയിൽ സഞ്ചരിക്കുന്നവരുണ്ടാകും, യുഖാതിലൂന ഫീ സബീലില്ലാ, മർള, രോഗികളുണ്ടാവും, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്നവരുണ്ടാവും, ഭൂമിയിൽ കച്ചവടത്തിനൊക്കെ വേണ്ടി സഞ്ചരിക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ഉള്ളതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ജമാഅത്തൊക്കെ ആയിട്ട് നിസ്കരിക്കുമ്പോൾ കുറച്ച് ഓതിയാൽ മതി. അതായത് സൂറത്തുൽ, നിങ്ങൾക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഒറ്റ ആയത്ത് ഓതിയിട്ട് വേണമെങ്കിൽ നിസ്കരിക്കാം എന്ന് വിചാരിച്ച് എപ്പോഴാണ് ഓതാൻ നിൽക്കുക? അത് മാത്രം ഓതാൻ നിൽക്കണ്ട. ഏതായാലും ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രം ഓതി. മിനിമം 3 ആയത്ത് വേണ്ടേ? അല്ല, ഞാൻ പറയണ കുറച്ചാണ്. ഓക്കെ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്, അത്രയും വേണമെങ്കിൽ ഓതി നിസ്കരിക്കാം. ഫഖറഉ മാ തയസ്സറ മിൻഹു. പക്ഷെ എന്തുകൊണ്ടാണ് അള്ളാഹു അത് പറഞ്ഞത്? അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അത് 2
റക്അത്തിലും നിങ്ങൾ അത് ഓതിയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ, പക്ഷെ ആ നമസ്കാരത്തിന്റെ മാധുര്യം അറിഞ്ഞിട്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നതെങ്കിൽ, ആദ്യത്തെ നമസ്കാരത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. രണ്ടാമത്തെ നമസ്കാരത്തിൽ നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് മുഴുവനായിട്ട് ഓതും ആദ്യത്തെ റക്അത്തിൽ. പിന്നത്തെ റക്അത്തിൽ പിന്നെ അടുത്ത സൂറത്ത് ഓതും. പിന്നെ അത് അതിന് അടുത്തതാവും. കാരണം അതിന്റെ മാധുര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുകയാണെങ്കിൽ. ഇതാണ് അഅ്മാലു സാലിഹാത്തിന്റെ ഒരു പ്രത്യേകത. ഈ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ പറയാറില്ലേ, അല്ല, എക്സസൈസ് ചെയ്യാൻ മടിയുള്ള ആളുകളോട് ഈ സാധാരണ ഡോക്ടർമാരൊക്കെ ഉപദേശിക്കണം എന്താ, നിങ്ങളൊരു 5 മിനിറ്റ് നടന്നാൽ മതി, അല്ലെ? ആദ്യം 5 മിനിറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ്, പിന്നെ 15 മിനിറ്റ്. അപ്പൊ തുടക്കത്തിൽ അങ്ങനെ ചെയ്താൽ അത് പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി വരാൻ പറ്റും. പുഷപ്പ് എടുക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം 1 പറ്റുള്ളൂ, 3 പറ്റുള്ളൂ, പിന്നെ 4 പറ്റും, പിന്നെ 5 പറ്റും, 10 പറ്റും, പിന്നെ 100 വരെ പറ്റും. നിത്യാഭ്യാസി ആനയെടുക്കുന്നാണല്ലോ, അല്ലെ? അപ്പോ ഇതാണ് ഇസ്ലാമിന്റെ ഒരു കൺസെപ്റ്റ്. നമ്മൾ ചെയ്യുന്ന നന്മകളെ, ഒരു ചെറിയ നന്മ, ഖൈറുൽ അമാലി എന്താണ്, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ എന്താ പറഞ്ഞ, അദ്വമുഹ, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന നന്മയാണ് ഏറ്റവും നല്ലത്. വൈൻ കല്ല എന്നർത്ഥം കുറച്ചാണെങ്കിൽ വളരെ കുറച്ചാണെങ്കിൽ. കുറച്ചാണെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇത് ഈ അഅ്മാലു സാലിഹാത്തിന്റെ നിർവചനത്തില് നമ്മൾ അതിനെ പെടുത്തണം. ചെറിയ ചെറിയ നന്മകൾ, ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ, ചെറിയ ചെറിയ പരിശ്രമങ്ങൾ. ആ പരിശ്രമങ്ങളുടെ ഫലം നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ, ആ പ്രവർത്തനങ്ങളുടെ നന്മ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ, നിങ്ങൾ എന്താവും, നിങ്ങൾ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് പോകും. ഓക്കെ, നമ്മുടെ അത് ഇത്തിരി അധികം നീണ്ടുപോയ വിശദീകരണം. അന്നലഹും അജ്റൻ ഹസന, അജ്റൻ ഹസനത്തിലേക്ക് വരാം. അജ്റൻ ഹസന, ഏറ്റവും നല്ല പ്രതിഫലം. ഈ അജ്ർ എന്നുള്ള പദം പ്രതിഫലം അല്ലെ, പ്രതിഫലം എന്നല്ല നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാം. വേറെ പ്രതിഫലത്തിലുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ അറബിയിൽ. ഏതൊക്കെയാ? തവാബ്, തവാബ്, പിന്നെ വേറെന്നോട് പറ, ജസാ അല്ലെ, ജസാക്കല്ലാ നമ്മൾ പറയും അല്ലെ, പ്രതിഫലം. പക്ഷെ അതൊന്നും പറയാതെ അജ്ർ പറഞ്ഞിരിക്കുന്നു. എന്തുവാ ഈ അജ്ർ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം വേതനം എന്നാണ്. വേതനം, ശമ്പളം. ശമ്പളം ആർക്കാ കൊടുക്കാൻ? തൊഴിലാളിക്ക്, അല്ലെ? തൊഴിലാളിയുടെ വേർപ്പ് മറ്റുന്നതിന് മുമ്പ് ശമ്പളം കൊടുക്കണമെന്നാണ്, പെട്ടെന്ന് കൊടുക്കണം. പിന്നെ ഈ ലേബറിന്റെ വേതനത്തിന് പുറമെ റെന്റിന് പറയും അജ്ർ, ഉജൂർ, റെന്റ്. ഒരു കാർ നമ്മൾ വാടകയ്ക്ക് എടുത്താൽ വാടകയ്ക്ക് എടുത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ റെന്റ് കൊടുക്കണം. ഒരു വീട് നമ്മൾ വാടകയ്ക്ക് എടുത്താൽ ചിലപ്പോൾ വീട് വാടകയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ തൊട്ടുടനെ എന്തായാലും കൊടുക്കണം. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കുന്ന പ്രതിഫലത്തിനാണ് എന്ത് പറയാ, അജ്ർ എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാൻ കാരണം, അള്ളാഹു ഈ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം പറഞ്ഞിരിക്കുന്നത് അജ്റൻ ഹസനാൻ, ഏറ്റവും നല്ല പ്രതിഫലം, നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്ന പ്രതിഫലം, ഉറപ്പായിട്ടും ലഭിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പകരം നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കണേനാണല്ലോ അജ്ർ പറയാ. പകരം നിങ്ങൾ എന്താ കൊടുക്കണ്ട അള്ളാഹുവിന്? നമ്മൾ എന്താ കൊടുക്കണ്ട? അത് അള്ളാഹ്ക്കുള്ളതാണോ നമുക്കുള്ളതാണോ? നമുക്കുള്ളതാണ്. നമ്മൾ നിസ്കരിക്കണോണ്ട് നമുക്കാണോ ഗുണം, അള്ളാഹ്ക്കാണോ ഗുണം? നമുക്കാണ് ഗുണം. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമുക്കാണോ ഗുണം, അള്ളാഹുവിനാണോ ഗുണം? നമുക്കാണ് ഗുണം. അതായത് അള്ളാഹു പറയാണ്, നിങ്ങൾ സാലിഹാത്ത് അനുഷ്ഠിക്കണം, പ്രവർത്തിക്കണം. അതിൽ നിങ്ങളുടെ തന്നെ നന്മയുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് പരിശുദ്ധീകരിക്കാം, നിങ്ങളുടെ ശരീരത്തെ നന്നാക്കാം, നിങ്ങളുടെ സമൂഹത്തെ നന്നാക്കാം. പക്ഷെ അതിന് ഞാൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അജ്റൻ ഹസനൻ, മഹത്തായ പ്രതിഫലം. ഇൻ അഹ്സൻതും, ഇസ്ലാമിൽ ഏറ്റവും നല്ല നന്മയ്ക്ക് പറയുന്ന പേരാണ് ഇഹ്സാൻ. ഇൻ അഹ്സൻതും, സൂറത്തുൽ ഇസ്രായിൽ അത് പറഞ്ഞത്. ബാക്കി പൂരിപ്പിച്ച്. ഇൻ അഹ്സൻതും, ഇൻ അഹ്സൻതും പറ. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും. ഇൻ അഹ്സൻതും, നിങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്താലും അഹ്സൻതും ലിഅൻഫുസികും, അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പണിയാണ്. ഖുർആനിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണത്. ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ, നിങ്ങൾക്കൊരു കച്ചവടത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ? ആ കച്ചവടത്തില് നമ്മൾ എന്താ അള്ളാഹുവിന് കൊടുക്കേണ്ടത്? നമ്മുടെ ശരീരം. ഈ ശരീരം ആര് തന്നതാ? അള്ളാഹ് തന്നാണ്. നമ്മുടെ സമ്പത്ത്, ആ സമ്പത്ത് ആര് തന്നതാ? അള്ളാഹ് തന്നാണ്. ഇന്നല്ലാഹു അശ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന. ശരീരവും സമ്പത്ത് അള്ളാഹ് വിലക്ക് വാങ്ങിയിരിക്കുന്നു. സ്വർഗം പകരം തരും. കച്ചവടമാണ്.
പക്ഷെ ഈ കച്ചവടത്തിലെ മൂലധനം ആര് തന്നതാ? അള്ളാഹ് തന്നെ. അള്ളാഹ് തന്നെ തന്നാണ്. പിന്നെ അള്ളാഹുവിന് കടം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കർള് ഹസൻ അല്ലെ. മന്ദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസൻ. കർള് ഹസൻ എന്ന് പറഞ്ഞാല് ഓപ്പൺ എൻഡഡ് ലോണാണ്. അത് എന്ന് തിരിച്ചു തരും എന്ന് എഴുതാത്ത ലോണാണ്. നിങ്ങൾ അള്ളാഹുവിന് നിങ്ങളുടെ പണം കടം കൊടുത്താൽ, അങ്ങനത്തെ പദം പ്രയോഗിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അള്ളാഹുവിന്? ഞാൻ നിങ്ങൾക്ക് തന്ന പണം നിങ്ങൾ നിങ്ങളുടെ മാർഗത്തിൽ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ സമൂഹത്തിലെ ആളുകൾ, പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിച്ചാല് യുളാഇഫുഹുല്ല. അപ്പൊ ഇത് അള്ളാഹ് ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സാലിഹത്താവട്ടെ, നമ്മളുടെ എല്ലാ കർമ്മങ്ങളാവട്ടെ, ഇതൊക്കെ നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. പക്ഷെ അന്തിമമായിട്ട് അതിന്റെ പ്രതിഫലം അള്ളാഹു ഏറ്റവും അടുത്ത്, പിന്നെ ഏറ്റവും നല്ല പ്രതിഫലമായിട്ട് ഹസനൻ അവിടെയാണ്. നമുക്ക് ചിലപ്പോ നമ്മളൊരു ജോലി ചെയ്തു, നമുക്കൊരു കൂലി കിട്ടി, പക്ഷെ കൂലിയിൽ തൃപ്തിയാകാത്ത അവസ്ഥ വരൂലേ? നമ്മളൊരു ജോലി ചെയ്തു, പേച്ചക്ക് ശമ്പളം കിട്ടി, ശമ്പളത്തിൽ എത്ര പേർക്ക് തൃപ്തിയുണ്ട്? എനിക്ക് ഈ ശമ്പളം മതി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? എനിക്ക് മന്ത്ലി മാസാവസാനം കിട്ടുന്ന ശമ്പളം തന്നെ മതി, അത് തന്നെ ധാരാളമാണെന്ന് എന്ന് എത്ര പേര് പറയും? ഇവിടെ പറയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കി. എന്നാ പിന്നെ നിങ്ങളുടെ ശമ്പളം ഒന്ന് കുറക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. ആരും പറയൂല അല്ലെ? പക്ഷെ അതുകൊണ്ടാണ് അള്ളാഹു അജ്റൻ ഹസന എന്ന് പറഞ്ഞത്. ഏറ്റവും നല്ല അജ്ർ, ഏറ്റവും നല്ല വേജ്, ഏറ്റവും നല്ല സാലറി അള്ളാഹു തരും. പിന്നെ ഇവിടെ അല്ലദീന യഅമലൂന സ്വാലിഹാത്ത പറഞ്ഞത്. നേരത്തെ അല്ലദീന ആമനു എന്ന് പറയാതെ അൽ മുഅ്മിനൂൻ പറഞ്ഞപ്പോൾ നമ്മളൊരു ഇസ്മു ഫായിൽ ഉപയോഗിച്ചതിന്റെ ഒരു ഗുണം പറഞ്ഞു. എന്താ ഗുണം? ഇസ്മു ഫായിൽ ഉപയോഗിച്ചു, നമ്മൾ പറഞ്ഞു അൽ മുഅ്മിനൂൻ, കൺസിസ്റ്റന്റ് ആയിട്ട്. പക്ഷെ ഇവിടെ അല്ലദീന യഅമലു, അൽ ആമിലീന എന്ന് പറഞ്ഞില്ല. അൽ ആമിലീന എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിരന്തരം പെർമനന്റ് ആയിട്ട് നന്മ ചെയ്തുകൊണ്ടിരിക്കേണ്ടവരായി ആകുമായിരുന്നു. പക്ഷെ അല്ലദീന യഅമലൂന വെർബ് ഉപയോഗിച്ച്, ടെൻസ് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുന്ന നന്മയ്ക്ക് പോലും നമുക്ക് ഡൗൺ ടൈം ഉണ്ടാവും അല്ലെ, മെയിൻ്റനൻസ് ഉണ്ടാവും, ഡൗൺ ടൈം. നമ്മൾ ഇപ്പൊ ഒരു നന്മ ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നന്മ ചെയ്തു, അതിനുമൊക്കെ ഈ പ്രതിഫലം നോക്കപ്പോൾ എത്ര മനോഹരമാണ് ഖുർആന്റെ പ്രയോഗങ്ങൾ, എത്ര സൂക്ഷ്മമായിട്ടാണ് അള്ളാഹു വാക്കുകൾ പ്രയോഗിക്കണമെന്ന് നോക്കൂ. അവിടെ മുഅ്മിനീൻ എന്ന് പറഞ്ഞു, അല്ലദീന ആമനു പറയാതെ. ഇവിടെ അൽ ആമിലീന എന്ന് പറയാതെ അല്ലദീന യഅമലൂന എന്ന് പറഞ്ഞു. അമില ഫിഅലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഫിഅലാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ, അമില എന്ന് പറയുന്നത് അതാണ് ഒരു ബോധപൂർവം ചെയ്യുക. അതായത് നമ്മൾ കേൾക്കുക എന്നുള്ളത് ഒരു ഒരു ശബ്ദമുണ്ട്, ആ കേൾക്കുക, അത് എന്താണ്? ഫിഅലാണ്. പക്ഷെ ലിസൺ ചെയ്യുക, നമ്മൾ ബോധപൂർവം അത് കേൾക്കുന്നതിനപ്പുറം അത് ശ്രദ്ധിക്കുന്നതിന്, അത് അമലാണ്. നമ്മൾ കാണുന്നു, പെട്ടെന്ന് കണ്ടുപോകുന്നതിന് അത് ഫിഅലാണ്. പക്ഷെ തുറച്ചു നോക്കുന്നത് അമലാണ്. മനസ്സിലാണ്ടോ? ബോധപൂർവം, വളണ്ടറി ആൻഡ് കമ്പൽസറി, അങ്ങനെ നമ്മൾ നിർബന്ധമായി ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുക. അതാണ് ഫിഅലും അമലും തമ്മിൽ. അപ്പൊ ഇവിടെ അമലാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ ബോധപൂർവം കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പറ്റുമ്പോഴൊക്കെ ചെറുതാണെങ്കിലും ചെയ്യുന്ന എല്ലാ നന്മയ്ക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ബ്രീത്ത് ചെയ്യുന്ന പോലെയല്ല നന്മ ചെയ്യേണ്ടത്, അത് ബോധപൂർവം ചെയ്യണം, ഉദ്ദേശപൂർവം ചെയ്യണം എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി അതിലുണ്ട്. ഹസൻ, അജ്ർ ഹസൻ എന്ന് പറയുമ്പോൾ ഏറ്റവും മഹത്തായ ആ അജ്ർ ഹസൻ എവിടെയാണ് ലഭിക്കുക? സ്വർഗത്തിലാണ് ലഭിക്കുക. അത് ഏറ്റവും ശാശ്വതമായിട്ട് ലഭിക്കുന്നത്. അതാണ് മാക്കിസീന ഫീഹി അബദ. നമുക്ക് നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. മാക്കിസീന ഫീഹിയിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് ഇപ്പൊ തീർക്കാൻ പറ്റില്ല. അപ്പൊ ഏതായാലും ഇതിൽ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ ആയത്ത് അടുത്ത ആഴ്ച തന്നെ തുടങ്ങാം അല്ലെ? മതിയോ? കണ്ടിന്യൂ ചെയ്യണോ? പറ്റുമല്ല, എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു മാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. ജീവിതത്തിൽ നന്മകൾ അനുഷ്ഠിച്ചുകൊണ്ട് യഅമലൂന സ്വാലിഹാത്ത് എന്ന് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ചെറിയ ചെറിയ നന്മകളാണെങ്കിൽ കൂടി അത് കൺസിസ്റ്റന്റ് ആയിട്ട്, അത് സ്ഥിരമായി ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ നിന്ന് വിട്ടുപോയ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, നമ്മുടെ സന്താനങ്ങൾ, അടുത്ത ബന്ധുക്കൾ, ഗുരുവര്യന്മാർ, നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, എല്ലാവർക്കും അള്ളാഹു പുറത്ത് നൽകുമാറാകട്ടെ. അവരിൽ നിന്ന്
ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും അള്ളാഹു അവന്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعل القرآن شفيعا لنا يوم القيامة. اللهم اجعله لنا دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله أعوذ بك من النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم. السلام عليكم. وعليكم السلام. السلام.